2 മാസത്തെ മധ്യവേനൽ അവധിക്ക് ശേഷം ഇന്ന് സ്കൂളിലേക്ക് എത്തുന്ന കുട്ടിക്കൂട്ടങ്ങൾക്കും 1-ാം ക്ലാസ്സിലേക്ക് പുതുതായി എത്തുന്ന കുരുന്നുകൾക്കും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ജനയുഗം പൊളിറ്റിക് പ്രൂഫിലേക്ക് സ്വാഗതം. തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇന്ന് രാജ്യം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിന് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുകയാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ളത് പ്രക്ഷോഭങ്ങളുടെ ചരിത്രമാണ്. തൊഴിലാളി കർഷക മുന്നേറ്റങ്ങളിലൂടെയും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലൂടെയും വളർന്നു വന്ന ഈ പ്രസ്ഥാനം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭൂ ഉടമസ്ഥത, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യനീതി എന്നിവയ്ക്കായി നിരവധി ഐതിഹാസിക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനം ഒരു ശക്തിയുടെയും മുന്നിൽ അടിയറവ് പറഞ്ഞ ചരിത്രമില്ല. ഗൂഢാലോചന കേസുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അന്ത്യം കുറിക്കാൻ ലക്ഷ്യമിട്ട ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തികൾക്ക് പോലും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പോരാട്ട വീര്യത്തിൽ അടിയറവ് പറയേണ്ടി വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെയുള്ള വേട്ട ഇന്ത്യ കൊളോണിയൽ തരകത്തിൽ നിന്ന് മോചിതരായിട്ടും നിരന്തരം തുടരുന്നു. ബ്രിട്ടീഷ് കാലത്തെ പോലെ സ്വാതന്ത്ര്യാനന്തര കാലത്തും നിരോധനങ്ങളും അടിച്ചമർത്തലുകളും ആവർത്തിക്കപ്പെട്ടു. തടവറയിൽ കൊല്ലപ്പെട്ടവരെത്രേ, പോലീസിൻ്റെയും ഗുണ്ടകളുടെയും അതിക്രമണത്തിന് ഇരയായവരെത്രേ, കള്ളക്കേസിൽ കുടുങ്ങിയവരെത്രേ, രക്തസാക്ഷിത്വം വഹിച്ചവരെത്രേ. 1948 കോൺഗ്രസ് സർക്കാർ അടിച്ചേൽപ്പിച്ച നിരോധനവും അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി പാർട്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെയും ഇന്ത്യയുടെ ചരിത്രത്തിലെ ചോര പുരണ്ട അധ്യായങ്ങളാണ്. നിരന്തര സമരങ്ങളും രക്തസാക്ഷിത്വങ്ങളും ആവർത്തിക്കപ്പെട്ട നാളുകൾ. ഇന്ന് രാജ്യം ഭരിക്കുന്ന രാജ്യത്തെ BJP ഇതര സർക്കാരുകളുടെയും നേതാക്കളെയും ഇല്ലായ്മ ചെയ്യാൻ തങ്ങളുടെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കാട്ടിയാണ് BJPയുടെ വെരുട്ടൽ. രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ 1% പോലും ശിക്ഷിക്കപ്പെടാത്ത ദയനീയ ചരിത്രമുള്ള അന്വേഷണ ഏജൻസിയാണ് ഇന്ന് ED. RSSന്റെ കൽപ്പന പ്രകാരം രാഷ്ട്രീയ എതിരാളികളെ വരുതിയിലാക്കാൻ BJP സർക്കാർ പറഞ്ഞു വിടുന്ന ഒരു കൂട്ടമായി മാറിയിരിക്കുകയാണ് ED. എന്നാൽ ഈ ഉമ്മാക്കിയെക്കാട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വരുത്താമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിൽ പോരാടിയതിൻ്റെ ഉജ്ജ്വല പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുടർ തലമുറക്കാരെ വിരട്ടാൻ നോക്കേണ്ട. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പിറക്കുന്നതിന് മുമ്പേ കഴുത്തിനരിച്ചു കൊല്ലാൻ നോക്കിയതാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകൂടം. ഒന്നിനു പുറകെ ഒന്നായി ഗൂഢാലോചന കേസുകൾ, എത്രയോ നേതാക്കൾക്കും പ്രവർത്തകർക്കും ജയിലറയും മർദ്ദനവും അടിച്ചമർത്തലുകളും എല്ലാം ജനങ്ങളെ അണിനിരത്തി അതിജീവിച്ച പ്രസ്ഥാനമാണിത്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വായിച്ചപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനോടും അവരുടെ അപ്പോസ്തലന്മാരായിരിക്കുന്ന RSSനെയും വാഴ്ത്തുപാട്ടായി മാറിയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുൻകാലങ്ങളിൽ അവതരിപ്പിച്ച തരത്തിലുള്ള ഭാവവികസനവും ജനക്ഷേമവും എന്നിവ സംബന്ധിച്ച സുപ്രധാനമായ നിർദ്ദേശങ്ങളും തന്നെയില്ല. UDF പ്രഖ്യാപിച്ച 5 പരിപാടിയിലും ഉറപ്പിച്ച് ഒരു വാക്ക് പറയുന്നില്ല. അതിൽ പ്രഖ്യാപിച്ച 2 പദ്ധതി എങ്ങനെ നടപ്പാക്കുമെന്ന്, ബാക്കിയുള്ളവ എന്ന് എപ്രകാരം കൊണ്ടുവരുമെന്നോ പറയുന്നില്ല. വാഗ്ദാനം നൽകിയതൊന്നും ചാടിക്കയറി പ്രഖ്യാപിക്കരുതെന്നും മുണ്ട് മുറിയെടുക്കണമെന്നും പറയേണ്ടതില്ലല്ലോ. മുതിർന്ന കോൺഗ്രസ് നേതാവ് A. ആന്റണിയുടെ ഉപദേശം ഇങ്ങനെയാണ്. അത് പൂർണ്ണമായും ശിരസാവഹിച്ച് തയ്യാറാക്കിയിരിക്കേണ്ട നയപ്രഖ്യാപനമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പാവപ്പെട്ടവരടക്കമുള്ളവരുടെ നിത്യജീവിതവൃത്തിയെ സഹായിക്കുന്ന ഒരു പദ്ധതി VD സതീശന്റെ സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിൽ കാണുന്നില്ല. 66,000 കുടുംബത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക മാത്രമല്ല, അവർ തുടർന്നും പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചാണ് LDF സർക്കാർ അധികാരം ഒഴിഞ്ഞത്. LDF സർക്കാർ ശ്രദ്ധ ചെലുത്തിയ അടിസ്ഥാന മേഖലകളെ പറ്റി ഒരു പരാമർശവുമില്ല. പട്ടികജാതി വിഭാഗത്തെക്കുറിച്ച് പറയുന്നിടത്ത് ലൈഫ് പദ്ധതി പറയുന്നുണ്ടെങ്കിലും ആ പദ്ധതി നടപ്പാക്കാൻ ബാധ്യസ്ഥരായ തദ്ദേശ വകുപ്പിന്റെ നയപര പരിപാടികൾ അതിലില്ല. വീടില്ലാത്തവരുടെ സ്വപ്നത്തിനുമേലുള്ള ഇരുട്ടടിയാണിത്. ഗതാഗത മേഖല, മനുഷ്യ വന്യജീവി സംഘർഷം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യ മേഖല തുടങ്ങി സുപ്രധാന വകുപ്പുകളിലൊന്നും ഒന്നും കാണാൻ കഴിയുന്നില്ല. തൊഴിലുറപ്പ് അട്ടിമറിച്ചു കൊണ്ടുവന്ന പുതിയ നിയമത്തോടെ എന്ത് സമീപനമെടുക്കും എന്നതിനെപ്പറ്റി യാതൊരു നിലപാടുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനം മൂലം സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതെന്ന് 100% ഉറപ്പുള്ള 1 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടക്കണക്ക് മുന്നിലുണ്ട്. അതിനെപ്പറ്റി എന്നൊരക്ഷരവുമില്ല. BJPയോടുള്ള രാഷ്ട്രീയ വിധേയത്വം കൊണ്ടാകണം അർഹതയുള്ള വിഹിതം കേന്ദ്രത്തോട് ചോദിക്കാൻ മടിക്കുന്നതും
BJP സർക്കാരിനോടുള്ള നയം വ്യക്തമാക്കിയിരിക്കുന്നതെന്നും കണക്കാക്കാം. BJP RSS ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിൽ ഇഴയുന്ന സമീപനമാണ് UDF സർക്കാർ എടുക്കാൻ പോകുന്നതെന്ന് വിലയിരുത്താം. ഇവിടെയാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് BJP ഡീൽ വ്യക്തമാകുന്നത്. ജനയുഗം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.